ഞങ്ങളുടെ മറ്റൊരു ചാനൽ കൂടിയായിട്ടുള്ള ഗ്ലോബൽ മലയാളി ന്യൂസിലാണ് സാധാരണയായി സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത്. മെഡിസിപ്പ്, സർവീസ് കാര്യങ്ങൾ, സർവീസ് ചട്ടങ്ങൾ, അങ്ങനെ DA, ശമ്പള വർഷം, ഇതെല്ലാം അതിനകത്താണ് ചെയ്തു പോകുന്നത്. വിശാലമായി വളരെ വ്യക്തമായി അതിനകത്ത് പോകും. പക്ഷെ അപ്പോൾ ഞങ്ങളുടെ സുഭാഷിതം ചാനൽ കാണുന്ന ആളുകൾ ഒരു ഡിമാൻഡ് വെച്ചിട്ടുണ്ട്, ഇതിനകത്തും കുറച്ച് സർവീസ് കാര്യങ്ങൾ പറയണം. തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട സർവീസ് കാര്യങ്ങൾ ഇതിനകത്ത് പറയും, മറ്റതിനകത്ത് വളരെ മൈന്യൂട്ടായിട്ടും പറയും. ഇപ്പോൾ പറയാൻ കഴിയുന്ന വളരെ സന്തോഷകരമായ കാര്യം, ഇന്നലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന സമിതി ഉണ്ടായിരുന്നു. പിന്നെ CPM-ന്റെ സെക്രട്ടേറിയറ്റ് കൂടി, CPI-യുടെ കമ്മിറ്റി കൂടി. അവർ പഞ്ചായത്തിലെ തോൽവിയെക്കുറിച്ചൊക്കെയാണ് ആലോചിക്കാൻ കൂടിയതെങ്കിലും അവർ തീരുമാനിച്ചത് ആ തോൽവിയെക്കുറിച്ച് പിന്നെ തീരുമാനിക്കാം, ഇനി വരുന്ന ദിവസങ്ങൾ ജനുവരിയിൽ തീരുമാനിക്കാം, അതിന് താഴെത്തട്ടിൽ നിന്ന് കണക്കുകളൊക്കെ വരട്ടെ. അതിന് പകരമായി ചില കാര്യങ്ങൾ വളരെ ചടുലമായി ഗവൺമെന്റ് നീക്കുകയാണ്. അതിലേറ്റവും ചടുലമായി നീങ്ങുന്നത് ധനകാര്യ വകുപ്പിൽ ശമ്പള പരിഷ്കരണത്തിനുള്ള 2 സമിതി ആയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. ഒന്ന്, ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇപ്പോൾ KR ജ്യോതിലാൽ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തെയാണോ ഇനി എക്സ്പെൻഡിച്ചറിന്റെ സെക്രട്ടറിയാണോ ആരെയും ഒരാളെ വെച്ചുകൊണ്ടുള്ള ഒരു ശമ്പള പരിഷ്കരണ സമിതിയെ വയ്ക്കാൻ ഒരു സാധ്യത. അപ്പോൾ ഒരു പ്രശ്നമുള്ളത്, കഴിഞ്ഞ പ്രാവശ്യം 10 മുതൽ 14 മാസം എടുത്തിട്ടാണ് 2019 മോഹൻദാസിന്റെ സമിതി കൊണ്ടുവന്ന്, ഡോക്ടർ മോഹൻദാസിന്റെ സമിതി 2019 ഒക്ടോബറിൽ എടുത്ത് 11 ശമ്പള പരിഷ്കരണം കൊണ്ടുവന്നപ്പോൾ ഏകദേശം 2021 ജനുവരി 30-നാണ് നടപ്പിലാക്കിയത്. അപ്പൊ അത്രയും സമയം എടുത്ത് 10-14 മാസം എടുത്തത് ആ റിപ്പോർട്ട് കൊണ്ടുവരാൻ. അതുകൊണ്ട് അതെന്തെന്നാൽ ഈ ശമ്പള പരിഷ്കരണം ഫിക്സ് ചെയ്താൽ മാത്രം പോരാ, സർവീസ് ആനുകൂല്യങ്ങളും അനാമലികൾ, സർവീസ് സംഘടനകളുടെ ചർച്ചകൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ നടത്തണം. അപ്പൊ അതിന് ഒരു 5 മാസം ഇനി സമയമുള്ളൂ. അപ്പൊ 5 മാസത്തിനിടയ്ക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. കറക്റ്റ് പറഞ്ഞാൽ 4 മാസമുള്ളൂ. അതിനിടയ്ക്ക് ബഡ്ജറ്റ് വരും. എത്രയും പെട്ടെന്ന് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പള പരിഷ്കരണം കമ്മിറ്റി വെച്ച് 2 DA-യും കൊടുത്ത് കോടതി കിടക്കുന്ന കേസുകൾ ഒത്തുതീർപ്പാക്കി വളരെ പെട്ടെന്ന് സർക്കാർ ഉദ്യോഗസ്ഥരെ ചടിലമാക്കി രംഗത്തിറക്കണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ തീരുമാനം. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത് കൊടുക്കാൻ സാധ്യതയുണ്ട്. ഈ 5 മാസത്തേക്ക് പോകാൻ സാധ്യതയില്ല. 2 സമിതിയെ വയ്ക്കും. ആ സമിതിയുടെ പേപ്പർ വർക്ക് നീങ്ങിയിട്ടുണ്ട്. ഒന്ന്, ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള KR ജ്യോതിലാലും, രണ്ടാമത് പിന്നെ മറ്റൊരു സമിതി ജനറൽ ഡിപ്പാർട്ട്മെന്റിലായിരിക്കും. എഡ്യൂക്കേഷൻ അല്ല, പിന്നെ ജനറൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നായിരിക്കും അത് വരുന്നത്. പിന്നെ അഡ്മിനിസ്ട്രേഷൻ, GAD, ജനറൽ അഡ്മിനിസ്ട്രേഷനായിരിക്കും അത് വരുന്നത്. അങ്ങനെ ചിലപ്പോൾ 2 സമിതിയെ വെച്ചുകൊണ്ടുള്ള കാര്യമായിരിക്കും തീരുമാനിക്കുക. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ 4 ഗഡുക്കൾ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇനി 2 ഗഡുക്കൾ കൊടുക്കാനുണ്ട്. അതിന്റെ ചില പ്രശ്നങ്ങളുണ്ട്. പിന്നെ 13 ഗഡു DA കൊടുക്കാനുണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യം 28% കുടിശ്ശിക ശമ്പളത്തിൽ ലയിപ്പിച്ചുകൊണ്ട് 10% കൂട്ടിയാണ് കഴിഞ്ഞ പ്രാവശ്യം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയത്. ഇപ്രാവശ്യം ഈ 13% കിട്ടാനുള്ള പൈസ അലവൻസ് ചിലപ്പോൾ അടിസ്ഥാന ശമ്പളത്തിൽ കൂട്ടി 1.38 എന്ന് പറഞ്ഞൊരു കണക്ക് എടുത്തുകൊണ്ട്, പിന്നെ അത് കഴിഞ്ഞ് ഫിറ്റ്മെന്റ് അലവൻസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് 20% മുതൽ കൊടുത്തിട്ടുണ്ട്. നേരത്തെ 20-ആയി, 15-ആയി, 18-ആയി, 15-ആയി, 12, ഇപ്പൊ 10%. അത് ഉദ്യോഗസ്ഥർ ബാർഗെയിൻ ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ ഫിറ്റ്മെന്റ് അലവൻസ്. അപ്പൊ ഈ കാരണം ശമ്പള പരിഷ്കരണം വരുമ്പോൾ DA-യും ശമ്പളവും കൂടെയൊക്കെ ലയിപ്പിച്ച് കറക്റ്റ് ആക്കി എടുത്തു വരുമ്പോൾ എന്തെങ്കിലും ഒരു അലൈൻമെന്റ്, നമ്മൾ അലൈൻമെന്റ് എന്ന് പറയുമല്ലോ, അലൈൻമെന്റിന് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആവാനാണ് ഫിറ്റ്മെന്റ് അലവൻസ് എന്ന് തന്നെയാണ് അതിന് പറയുന്നത്. അപ്പൊ അതും കൂടി ഫിക്സ് ചെയ്യണം. അത് എത്ര ശതമാനം ഫിക്സ് ചെയ്യണം. അതിന് സർവീസ് വെയിറ്റേജ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിപ്പോ കുറെ കാലമായി കൊടുക്കുന്നില്ല. അതിന് കൊടുക്കുമെന്ന് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് കിട്ടും. അതായത് നമുക്ക് പിന്നെ 11,500 മുതൽ 84,000 രൂപ വരെ ഉള്ള പെൻഷൻ വർധനവ് വരാൻ സാധ്യതയുണ്ട്. 23,000 മുതൽ 1,66,080,000 രൂപ വരെയുള്ള 800 രൂപ വരെയുള്ള പിന്നെ ശമ്പള വർധനവൊക്കെ പല രൂപത്തിലുള്ള വർധനവ് വരാൻ, അത് സ്ലാബ് അടിസ്ഥാനത്തിലാണ് ശമ്പള വർധന വരുന്നത്. എന്തായാലും ശമ്പള പരിഷ്കരണം വന്നു കഴിഞ്ഞാൽ സർക്കാരിന് ഇപ്പോൾ തന്നെ 74%, അതായത് മൊത്തം തനത് വരുമാനം വെച്ചാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. കാരണം കിഫ്ബിയുടെ പൈസ എടുത്ത് കൊടുക്കാൻ പറ്റില്ല, സെൻട്രൽ പൂളിൽ നിന്ന് വരുന്ന പൈസ എടുത്ത് കൊടുക്കാൻ പറ്റില്ല. സ്റ്റേറ്റിന്റെ തനത് വരുമാനം വെച്ചാണ് കൊടുക്കേണ്ടത്. അത് 93,268.41 കോടി രൂപയാണ് തനത് വരുമാനം, സ്വന്തമായി കിട്ടുന്ന പൈസ. അതായത് ടാക്സ്, മറ്റു കാര്യങ്ങളൊക്കെ പിരിച്ചു കിട്ടുന്ന പൈസ, അത് GST എന്നൊക്കെ കിട്ടുന്നതാണ്. ഈ പൈസ എല്ലാം കൂടെ എടുത്തു കഴിയുമ്പോൾ അതിൽ 72,000 കോടി രൂപ, അതായത് 74% പൈസ എങ്കിലും ശമ്പള പരിഷ്കരണത്തിനും പെൻഷനുമായി കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഖജനാവിന്റെ പ്രശ്നം. പക്ഷെ ഖജനാവ് കാലിയാണെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥരെ ഇനി കാണാതെ മുമ്പോട്ട് പോയാൽ ഇലക്ഷനിൽ വലിയ തോൽവി ഉണ്ടാകും എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് പോകുന്നു. ഇനിയിപ്പോ അതേസമയം ഈ 93,000 കോടി രൂപയിൽ നിന്ന് 93,268 കോടിയിൽ നിന്ന് 72,000 കോടി രൂപയുടെ കൊടുക്കുന്ന 74% നിന്ന് ഈ പറയുന്ന ശമ്പള പരിഷ്കരണം വന്നാൽ അത് 110%-ലേക്ക് പോകും. അപ്പോൾ അത് സർക്കാർ ഉദ്യോഗസ്ഥരൊന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അധിക ബാധ്യത വരുത്താതെ DA-യിലൊക്കെ എങ്ങനെ ക്രമീകരിച്ചുകൊണ്ടുള്ള പുതിയൊരു ശമ്പള പാക്കേജ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഗവൺമെന്റ് ആലോചിക്കുന്നത്. അപ്പോഴൊരു ബുദ്ധി ഗവൺമെന്റിന്റെ മനസ്സിൽ കിടക്കുന്ന ഒരു വക്ര ബുദ്ധിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ യുവജന സംഘടനകൾ കൂടി ഒന്ന് സഹകരിച്ചാൽ, പക്ഷെ യൂത്ത് കോൺഗ്രസും പിന്നെ ഇടതുപക്ഷത്തിന് ഒഴിച്ചുള്ള AYF പോലും ചിലപ്പോൾ സഹകരിക്കത്തില്ല. DYFA ചിലപ്പോൾ പറഞ്ഞ് പൊടിയിട്ടൊക്കെ നിർത്താം, ബാക്കിയുള്ളവർ സഹകരിക്കത്തില്ല.
സഹകരിച്ചാൽ പെൻഷൻ പ്രായം 1 വർഷം കൂടെ ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ശമ്പള പരിഷ്കരണത്തിൽ എന്തെങ്കിലും ഒരു കുറവ് വരികയാണെങ്കിൽ പെൻഷൻ പ്രായത്തിൽ 1 വർഷം കൂട്ടിക്കൊണ്ട് 56 എന്നുള്ളത് 57 ആക്കിയാൽ സർക്കാർ ഹാപ്പി ആയിരിക്കും. 1 വർഷം കൂട്ടിയല്ലോ എന്ന് വിചാരിക്കും. അതോടൊപ്പം തന്നെ ശമ്പള പരിഷ്കരണത്തിൽ കുറെ അഡ്ജസ്റ്റ്മെന്റ് പൈസകൾ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള അങ്ങനെ ഒരു ചിന്തയും ഒരു വക്രബുദ്ധിയും സർക്കാരിൽ കറങ്ങുന്നുണ്ട്. എന്തായാലും 3 കാര്യങ്ങളാണ് നമുക്ക് സുഭാഷിതത്തിന്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്. ഒന്നെന്ന് പറയുന്നത് ശമ്പള പരിഷ്കരണം വളരെ അടിയന്തരമായി നടക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത് അത് DA കൊടുക്കാൻ 2 DA കൊടുത്തുകൊണ്ട് ജനുവരി 15 മുമ്പേ കോടതിക്ക് എല്ലാം കൊടുത്തുകൊണ്ട് കോടതിയുടെ കേസ് രാജിയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം കോടതി തന്നെ പറഞ്ഞു നിങ്ങൾ ഫൈനലായിട്ടൊരു ഉത്തരവിട്ടിട്ട് എല്ലാം കൂടെ കൊടുക്കാൻ പറഞ്ഞാൽ ജോലിയാവും. അതിന്റെ ഇടയ്ക്ക് 2 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും കോടതിയിൽ. അപ്പോൾ അത് ഒരു ബാക്കിയുള്ളത് ശമ്പള പരിഷ്കരണത്തോടൊപ്പം ചേർക്കാം, അടിസ്ഥാന ശമ്പളത്തോടൊപ്പം ചേർത്ത് ശമ്പള പരിഷ്കരണ സമിതിയെ വയ്ക്കുക. അപ്പോൾ തന്നെ സർവീസ് കാര്യങ്ങൾ ഒരുപാട് അനാമലീസ് വരും ശമ്പള പരിഷ്കരണത്തോട് അനുബന്ധിച്ച്. ആ അനാമലികളും സർവീസ് സംഘടനകളുടെ കാര്യങ്ങൾ കേൾക്കാനുമായിട്ടുള്ള സർവീസ് സംഘടനകളുടെ കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സർവീസ് കാര്യങ്ങൾക്കൊക്കെയുള്ള മറ്റൊരു സമിതിയും GAD-യിൽ നിന്നോ അല്ലെങ്കിൽ ഫിനാൻസിൽ നിന്നോ അപ്പൊ 2 സമിതി വരാൻ സാധ്യതയുണ്ട്. ഈ 2 സമിതിയും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കി അച്യുത് മേനോൻ ഗവൺമെന്റിന്റെ കാലത്താണ് മുമ്പ് ഇതുപോലെ ഈ സമിതിയെ ഒരു സമിതിയെ ഉള്ളായിരുന്നുള്ളൂ. സമിതിയെ വെച്ചുകൊണ്ട് എന്ത് ചെയ്തത് ശമ്പള പരിഷ്കരണം കൊടുത്തത്. അങ്ങനെ ഒരു മുൻ അനുഭവം കിടപ്പുണ്ട് കേരളത്തിൽ ഗവൺമെന്റ്. അതുകൊണ്ട് അതൊരു തെറ്റല്ല. അപ്പോൾ 5 മാസം സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പൊ കമ്മീഷൻ വേണോ അല്ലെങ്കിൽ പൈസ വേണോ എന്നുള്ളത് നോക്കുമ്പോൾ പൈസ മതി, അല്ല കമ്മീഷൻ തന്നെ വെക്കണമെന്ന് അവർക്ക് നിർബന്ധമൊന്നുമില്ല. അവിടെ അനാമലിയൊക്കെ കേൾക്കാൻ ഒരു സമിതി വെച്ചിരിക്കുന്നു, പിന്നെ അവർക്ക് ശമ്പള പരിഷ്കരണം കൊടുക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ ഇടയിൽ കൂടി ഇനി സമിതി തന്നെ വേണം, 14 മാസം സിറ്റിംഗ് നടത്തണം എന്നൊന്നും അവർക്കൊരു വാശിയില്ല. അവർക്ക് പൈസ കിട്ടണം എന്നുള്ളതല്ലോ സിമ്പിളായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥന് എത്ര ഗഡു കിട്ടും എന്നുള്ളതിനെ സംബന്ധിച്ചും എത്ര ശമ്പളം വർദ്ധിപ്പിക്കുന്ന പ്രൊമോഷൻ നല്ല പോസ്റ്റ് P, അത് കഴിഞ്ഞാൽ പ്രൊമോഷൻ P, അതുപോലെ ആദ്യം പെർമനൻസി ഒരുപാട് Pകളുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥൻ കുറെ Pയിൽ പിടിച്ച് കറങ്ങുന്നവരാണ്, പേ പിടിച്ച് കറങ്ങുന്നവരാണ് ഞങ്ങൾ കളിയാക്കി പറയും. എന്താണെന്ന് പറയാ, ഒന്ന് പെർമനന്റ് ആയിരിക്കണം പോസ്റ്റ്, ടെമ്പററി ആയി കഴിഞ്ഞാൽ ഉടനെ പെർമനന്റ് ആവണം. പെർമനന്റ് ആയാലും ടെമ്പററി ആയാലും അതേപോലെ പെർമനന്റ് ആയി കഴിഞ്ഞാൽ നല്ല പേ കിട്ടണം, നല്ല പേ കിട്ടിയാൽ നല്ല പ്രൊമോഷൻ കിട്ടണം, നല്ല പ്രൊമോഷൻ കിട്ടിയാൽ പിന്നെ നല്ല പോസ്റ്റ് വേണം, നല്ല പോസ്റ്റ് കിട്ടിയാൽ പിന്നെ നല്ല പെൻഷൻ കിട്ടണം. അങ്ങനെ ഒരു 4-5 Pയിൽ കിടന്ന് കറങ്ങുന്നവരാണ്. അപ്പൊ ഇതിലേതെങ്കിലും ഒക്കെ സർക്കാർ ഉദ്യോഗസ്ഥർ കിട്ടിയാൽ മതി, അവർക്ക് വേറെ വഴക്കും വെക്കാണവും വേറെ സർക്കാരിനോട് എതിർപ്പൊന്നുമില്ല. ഇപ്പൊ വോട്ട് ചെയ്യാത്ത എല്ലാവരും വോട്ട് ചെയ്യും, കോൺഗ്രസ്സുകാരും വേണമെങ്കിൽ വോട്ട് ചെയ്യും. കാരണം ആനുകൂല്യം കിട്ടിയ ആരാ വോട്ട് ചെയ്യാത്തത്? പക്ഷേ മറ്റേ ആനുകൂല്യം കിട്ടിയവർ വോട്ട് ചെയ്തില്ല, 65 ലക്ഷം. അത് വേറെ വീഡിയോയിൽ നമുക്ക് പറയാം. ബാക്കിയുള്ള നിങ്ങൾ താല്പര്യമുള്ള ആ വീഡിയോ കൂടെ കണ്ടാൽ മതി. എന്തായാലും ശമ്പള പരിഷ്കരണം വരുന്നുണ്ട്, 2 സമിതിയായി വരുന്നുണ്ട്. വളരെ പെട്ടെന്ന് സർക്കാർ പ്രഖ്യാപിക്കാൻ ഒരുപക്ഷെ ജനുവരി ആദ്യം തന്നെ പ്രഖ്യാപിച്ചേക്കാം. എത്രയും പെട്ടെന്ന് പ്രഖ്യാപിപ്പിച്ച് സർക്കാർ ഉദ്യോഗസ്ഥരെ ഫീൽഡിൽ ഇറക്കണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ AKG സെന്ററിന്റെ തീരുമാനം.